നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 8 കോടി രൂപ വിലമതിക്കുന്ന 8.25 കിലോഗ്രാം സ്വർണവുമായി 2 യുവാക്കൾ പിടിയിൽ. കേസിൽ അറസ്റ്റിലായത് മുംബൈ സ്വദേശികളായ സംഗീത് അജയ് ജെയിൻ, ഹിതേഷ് ശിവറാം സെലങ്കി. KSRTC ബസ്സിൽ സ്വർണം കടത്തിയത് കോയമ്പത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക്. മേൽ നടപടികൾക്കായി പ്രതികളെ സ്റ്റേറ്റ് GST വിഭാഗത്തിന് കൈമാറി. എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനായി സർക്കാർ നൽകിയ അനുമതി കോടതി റദ്ദാക്കി. കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന കണ്ടെത്തലിൽ എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും സമരരംഗത്ത്. ചേലക്കരയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികളെ ട്രാവൽ ഇടിച്ചു തെറിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പരിക്കേറ്റത് ചേലക്കര SMT സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിഹാൻ, മുഹമ്മദ് ബഷീർ. ഓങ്ങല്ലൂരിൽ കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴി രേഖകൾ ഇല്ലാതെ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 8 കോടി രൂപ വിലമതിക്കുന്ന 8.25 കിലോഗ്രാം സ്വർണവുമായി 2 പേർ പിടിയിൽ. കേസിൽ മുംബൈ സ്വദേശികളായ സംഗീത് അജയ് ജെയിൻ, ഹിതേഷ് ശിവറാം സെലാങ്കി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ എൻഫോഴ്സ്മെന്റ് സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P. രമേഷും പാർട്ടിയും നടത്തിയ വാഹന പരിശോധനയിലാണ് സ്വർണവും പ്രതികളെയും പിടികൂടാനായത്. കോയമ്പത്തൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിൽ നിന്നുമാണ് കേസിലെ പ്രതികളായ മുംബൈ സ്വദേശി സംഗീത് അജയ് ജെയിൻ, ഹിതേഷ് ശിവറാം സെലങ്കി എന്നിവരെ പിടികൂടിയത്. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 8.25 കിലോഗ്രാം സ്വർണമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. പിന്നീട് മേൽനടപടികൾ വാളയാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരായ N. പ്രേമാനന്ദകുമാർ, BJ ശ്രീജി, KA മനോഹരൻ, KM സജീഷ്, അരുൺ, സുബിൻ രാജ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനായി സർക്കാർ നൽകിയ അനുമതി കോടതി റദ്ദാക്കി. നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ചാണ് അനുമതി തടഞ്ഞത്. എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികളും പഞ്ചായത്തും കോൺഗ്രസ്, BJP രാഷ്ട്രീയ കക്ഷികളും വിവിധ സന്നദ്ധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. സ്പിരിറ്റും വിദേശമദ്യവും നിർമ്മിക്കാനായി ഉത്തരേന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എലപ്പുള്ളിയിൽ സ്ഥലം വാങ്ങിച്ചത്. കൃഷിക്കും കുടിവെള്ളത്തിനും മഴക്കാലത്ത് പോലും ദുരിതമനുഭവിക്കുന്ന എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികളും പഞ്ചായത്തും കോൺഗ്രസ്, BJP രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. വില്ലേജ്, ജലവകുപ്പ് ഓഫീസുകളിൽ നിന്നും ക്രമവിരുദ്ധമായി ബ്രൂവറിക്ക് വേണ്ടി രേഖകൾ നൽകിയിരുന്നു. ജനകീയ പ്രതിഷേധങ്ങളെ മുഖവിലക്കെടുക്കാതെ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയത് കോടതി വിധി സർക്കാരിന് കിട്ടിയ പ്രഹരമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ച 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ചേലക്കര SMT സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിഹാൻ, മുഹമ്മദ് ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. സ്കൂളിലെ പരീക്ഷയ്ക്ക് പോകാനായി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റിവന്ന ട്രാവലർ ഇടിച്ച് വിദ്യാർത്ഥികളെ തെറിപ്പിക്കുകയായിരുന്നു. ചേലക്കര SMT സ്കൂളിലെ വിദ്യാർത്ഥികളായ 13 വയസ്സുകാരൻ മുഹമ്മദ് സിനാൻ, 12 വയസ്സുകാരൻ മുഹമ്മദ് ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരീക്ഷയ്ക്കായി പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ റോഡ് മുറിച്ചു കടന്ന് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ചേലക്കരയിൽ നിന്നും എളനാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ട്രാവലറാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. ഓടിയെത്തിയ നാട്ടുകാർ ആദ്യം വിദ്യാർത്ഥികളെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതര പരിക്കേറ്റതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ചേലക്കര പോലീസ് ട്രാവൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്തിമഹാകളൻകാവ് കുന്നത്ത് വീട്ടിൽ അലി, ഹാജറ ദമ്പതികളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂരിൽ കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി 10:30 മണിയോടുകൂടിയായിരുന്നു അപകടം. കഴിഞ്ഞ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഓങ്ങല്ലൂർ സെൻട്രലിൽ അപകടമുണ്ടായത്. കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അമിതമായി കോൺക്രീറ്റ് ഉണ്ടായതിനാൽ മുൻഭാഗം ഉയർന്നോടെ കോൺക്രീറ്റ് മിക്സർ വാഹനം പാതയിലേക്ക് മറിയുകയായിരുന്നു അത്രേ. ഇതേ തുടർന്ന് കോൺക്രീറ്റ് പാതയിൽ പോയിരുന്നു. പിന്നീട് പട്ടാമ്പിയിലെ ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവസ്ഥലത്ത് എത്തിയ ശേഷം വെള്ളം ഉപയോഗിച്ചാണ് പാതയിലെ കോൺക്രീറ്റ് നീക്കം ചെയ്യാനായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ലക്കിടിമംഗലം മുരുക്കുംപറ്റ പാതയിൽ മാലിന്യം പെരുകുന്നു. മുൻപ് നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ നടപടി മരവിപ്പിച്ചതോടെ വീണ്ടും മാലിന്യം തള്ളുകയാണ് ഇവിടെ. ലക്കിടി മുരുക്കുംപറ്റ റോഡിൽ വീണ്ടും മാലിന്യം പെരുകുകയാണ്. ഇരുട്ടിന്റെ മറവിലാണ് ഇവിടെ മാലിന്യം തള്ളുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡാണിത്. മംഗലം വളവിന് സമീപമാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇവിടെ മാലിന്യം തള്ളരുതെന്ന ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനു താഴെ തന്നെയാണ് മാലിന്യം തള്ളുന്നത്. മാലിന്യം തള്ളുന്നതിനെതിരെ നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇതിനെതിരെ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടികൾ മരവിപ്പിച്ചതോടെയാണ് പാതയോർത്ത് വീണ്ടും മാലിന്യം തള്ളിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും വീണ്ടും നടപടി എടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. സംസ്ഥാന പാതയിലെ മങ്കര നേർറോഡിൽ കാട് കയറിയതോടെ യാത്ര ചെയ്യാനാകാതെ യാത്രക്കാർ ദുരിതം പേറുകയാണ്. മങ്കര പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട മേഖല കൂടിയാണിത്. അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. സംസ്ഥാന പാതയിലെ മങ്കര നേർറോഡിലാണ് 1.5 മീറ്റർ വീതിയിൽ റോഡ് കയ്യേറി കാട് ഉയർന്നു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ കാൽനട യാത്രക്കാർ നടന്നു പോകുന്ന വഴിയിലാണ് കാട് കയ്യേറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർ റോഡിന് നടുവിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ. ഇത് പലപ്പോഴും മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്നു. അതിരാവിലെ നിരവധി ആളുകൾ പ്രഭാത നടത്തത്തിനായി ഈ വഴി സഞ്ചരിക്കാറുണ്ട്. ഈ മേഖലയിൽ ഒരു വർഷത്തിനകം അപകടത്തിൽപ്പെട്ട് 2 പേർ മരണപ്പെട്ട സംഭവമുണ്ടായിട്ടുണ്ട്. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന മേഖല കൂടിയാണിത്. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. പാലക്കാട് നാദധാര ഗ്രൂപ്പിൻ്റെ മാർഗഴി ഫെസ്റ്റ് ഡിസംബർ 20 ആരംഭിക്കും. ധനുമാസത്തിൽ നടത്തുന്ന മാർഗഴി ഉത്സവത്തിൻ്റെ പ്രഭവ കേന്ദ്രം തമിഴ്നാടാണ്. കർണാടിക് സംഗീതത്തിലുള്ള പാലക്കാടിൻ്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് മാർഗഴി ഉത്സവം. പാലക്കാട് പിരിയാരി കണ്ടംകോട്ടുകാവ് ക്ഷേത്രാങ്കണത്തിലാണ് മാർഗഴി ഉത്സവം നടക്കുന്നത്. ഡിസംബറിൽ ആരംഭിച്ച് ജനുവരിയിൽ അവസാനിക്കും വിധം ഒഴിവു ദിനങ്ങളിലാണ് കച്ചേരികൾ അരങ്ങേറുന്നത്. ജയകൃഷ്ണൻ ബാംഗ്ലൂരിൻ്റെ വായ്പാട്ടോടെ ആരംഭിക്കുന്ന ഉത്സവത്തിൽ അനന്തപത്മനാഭൻ്റെ വീണ കച്ചേരി, ശ്രീദേവി അങ്ങാടിപ്പുറം, നിരുപമ എസ് ചിരാദ് കാലടി, തുഷാർ മുരളീകൃഷ്ണ, ശ്രേയ സുന്ദരരാമൻ ചെന്നൈ തുടങ്ങിയവരുടെ വായ്പാട്ട് വിവിധ ദിവസങ്ങളിലായി അവതരിപ്പിക്കും. 100-ലധികം സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ മാർഗഴി ഉത്സവം അവസാനിക്കും. അവസാന ദിവസമാണ് പുരസ്കാര സമർപ്പണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പഞ്ചരത്ന കീർത്തനത്തിന് 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. കേരള ചരിത്രത്തില് ഇത്രയും പേര് ആദ്യമായിട്ടാണ്. കാരണം ഇതിന് സാധാരണ തമിഴ്നാട്ടിലെ തിരുവയ്യാറിലാണ് ഒരുപാട് പേര്, അത് ഒരുപാട് പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാരാണ് അവിടെ. ഇവിടെ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഇത്രയും കലാകാരന്മാരെല്ലാം മുന്നേ നമുക്ക് പഞ്ചരത്നം കീർത്തനം ചെയ്താൽ വളരെ നന്ദിയുണ്ട്. ഇപ്രാവശ്യം അത് നമ്മൾ എല്ലാ സാറ്റർഡേ സൺഡേസിലും പിന്നെ ഒഴിവു ദിവസം മീൻസ് ഡിസംബർ 25 ആൻഡ് ജാനുവരി 2 അന്ന് 2 ഒഴിവ്, അങ്ങനെ മൊത്തം 9, 10 പഞ്ചരത്നവും ചേർത്ത് 10 കച്ചേരിയാണ് മൊത്തം വരുന്നത്. നാളെ ഉദ്ഘാടന ദിവസം നാളത്തെ നെടുമങ്ങാട് ശിവാനന്ദൻ സാറാണ് മാർഗഴി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിനെ തുടർന്ന് ഡോക്ടർ വെളിങ്ങാടി സുബ്രഹ്മണ്യത്തിൻ്റെ കച്ചേരി, മറ്റന്നാൾ ഞായറാഴ്ച നെടുമങ്ങാട് ശിവാനന്ദൻ ആൻഡ് സിന്ധു ദിലീപ് ഇവർ 2 പേരും വയലിൻ ഡുവറ്റ്. സെക്രട്ടറി TR പരമേശ്വരൻ, പ്രസിഡന്റ് MR ഹരിശങ്കർ, ജോയിന്റ് സെക്രട്ടറി MB മണി, രവിചന്ദ്രൻ ആച്ചത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുളപ്പുള്ളിയിൽ അനുസ്മരണ യോഗം ചേർന്നു. BJP ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടി BJP ജില്ലാ സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കുളപ്പുള്ളിയിലെ BJP ഓഫീസിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി BJP ജില്ലാ സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നന്മ മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തനങ്ങൾ നൽകിയിരുന്ന, സമൂഹത്തിൽ സേവനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ചിരുന്ന, അതുപോലെ തന്നെ അഭിഭാഷകനായിരുന്ന, സമൂഹത്തിലെ മുഴുവൻ ആളുകളുമായും നല്ല അഭിപ്രായവും നല്ല ഒരു പ്രസിദ്ധിയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വർഗീയ രഞ്ജിത്ത് ശ്രീനിവാസൻ. എന്തിനാണ് അദ്ദേഹത്തെ കൊല ചെയ്തത് എന്ന് ഇപ്പോഴും ഒരു മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയമായി നിൽക്കുന്നു. ഈ പാലക്കാട് നമ്മുടെ പ്രവർത്തകനായിരുന്ന സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ്
ഇത്തരത്തിലുള്ളൊരു മൃഗീയമായിട്ടുള്ള ഒരു ക്രൂര കൊലപാതകം ആലപ്പുഴയിൽ നടന്നത്. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KT രവിദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സിനി മനോജ്, BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, കുഞ്ഞുകുട്ടൻ, ഗോപകുമാർ, മനോജ്, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. OBC മോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 8 കോടി രൂപ വിലമതിക്കുന്ന 8.25 കിലോഗ്രാം സ്വർണവുമായി 2 യുവാക്കൾ പിടിയിൽ. കേസിൽ അറസ്റ്റിലായത് മുംബൈ സ്വദേശികളായ സംഗീത് അജയ് ജെയിൻ, ഹിതേഷ് ശിവറാം ചെലങ്കി. KSRTC ബസ്സിൽ സ്വർണം കടത്തിയത് കോയമ്പത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക്. മേൽ നടപടികൾക്കായി പ്രതികളെ സ്റ്റേറ്റ് GST വിഭാഗത്തിന് കൈമാറി. എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനായി സർക്കാർ നൽകിയ അനുമതി കോടതി റദ്ദാക്കി. കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന കണ്ടെത്തലിൽ എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും സമരരംഗത്ത്. ചേലക്കരയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികളെ ട്രാവൽ ഇടിച്ചു തെറിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പരിക്കേറ്റത് ചേലക്കര SMT സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിഹാൻ, മുഹമ്മദ് ബഷീർ. ഓങ്ങല്ലൂരിൽ കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ 2 പേർക്ക് പരിക്ക്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.